ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കറ്റാർവാഴ വെച്ച് ഒരു ജ്യൂസാണ്. കറ്റാർവാഴയെ പറ്റി ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഏകദേശം എല്ലാവർക്കും അറിയാം ഇതിന്റെ ഗുണങ്ങൾ. എന്നാലും കുറച്ചൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തടി കുറയ്ക്കാനുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. ഞാനിവിടെ 3 ഇഞ്ച് നീളമുള്ള കറ്റാർവാഴയുടെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പുതിനയുടെ ഇല, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു കപ്പ് വാട്ടർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ വേണ്ടത് തേനാണ്. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ തേനാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തേനോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. കാരണം കറ്റാർവാഴയ്ക്ക് അത്യാവശ്യം നല്ല കയ്പുണ്ട്, അതുകൊണ്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പുതിനയുടെ വീഡിയോ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ക്ലിപ്പ് കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. കറ്റാർവാഴ ഞാൻ ഇവിടെ തന്നെ വളർത്തുന്നതാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ തമ്പുനെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസ് പ്രഗ്നൻ്റ് ആയവരും അലർജി ഉള്ളവരൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറോടൊന്ന് അന്വേഷിച്ചിട്ട് കുടിച്ചാൽ മതി. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ 2 സൈഡിലുള്ള മുള്ളും പിന്നെ ആ സ്കിന്നും കട്ട് ചെയ്ത് മാറ്റാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ചിരണ്ടി എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ അതിൻ്റെ ബാക്ക് കത്തി വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഒരു ജെല്ലി പോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് കഴുകി ഒന്ന് ജസ്റ്റ് ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു മുമ്പ് 2-3 പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സി ഒന്ന് കാണിച്ചു തരാം, അതായത് മിക്സിയുടെ ഫുൾ സെറ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് അതിൻ്റെ ഒരു ക്ലിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയല്ലോ, കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആ ക്ലിപ്പ് ഇട്ടത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നമുക്ക് ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു. ഇതാണ് എൻ്റെ മിക്സി. ഇത് ഞാൻ സാധാരണ ഒരു 1-2 ഗ്ലാസ് ജ്യൂസൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെയുള്ളത് കുറച്ച് വലിപ്പമുള്ളൊരു ജാറാണ്. പിന്നെ 2 ചെറിയ ഗ്രൈൻഡറും. ഇതാണ് ആ മിക്സിയുടെ ഫുൾ സെറ്റ്. പിന്നെ ഇത് നമുക്ക് ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഇത് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്താൽ അതിലൂടെ നമുക്ക് ജ്യൂസ് ഒഴിക്കാം.